ദിവസവും നമ്മൾ 51 അന്നദാനങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ചെന്നൈയിൽ ഇപ്പം നല്ല വെയിലാണ്. ഉച്ചയ്ക്ക് കൊടുക്കാമെന്ന് പറയുന്നതും കുറച്ച് കഷ്ടമാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് നമ്മൾ കുറച്ച് ലേറ്റായിട്ട് ഉണ്ടാക്കിയിട്ട് വൈകിട്ടാണ് കൊടുക്കുന്നത്. മീൽസ് തന്നെയാണ് കൊടുക്കുന്നത് വൈകുന്നേരം. പൊതുവേ നമ്മൾ വൈകുന്നേരങ്ങളിൽ ഇഡ്ഡലിയാണ് കൊടുക്കാറ്. പക്ഷേ ഇപ്പോൾ വൈകുന്നേരം മീൽസ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പം ഇന്നത്തെ അന്നദാനം ആരുടെയൊക്കെയാന്ന് നമുക്ക് നോക്കാം. അവങ്ങല്ല ഇടം മാറിയില്ല. ആ അപ്പം ഇന്ന് നമ്മൾ 51 പേര് ആരുടെയൊക്കെയാന്ന് നോക്കാം. ഇവിടെ നാളെ ചിലപ്പോഴേ കാണും. നാളെ എനിക്ക് അർജൻറ്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് നാളത്തെ അന്നദാനം എനിക്ക് കൺഫേം പറയാൻ കഴിയില്ല. എന്നാലും മാക്സിമം മുടങ്ങാതെ തന്നെ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ അന്നദാനമെല്ലാം മുടക്കില്ല. ക്ഷമിക്കണം, നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. അപ്പോൾ ഇന്ന് ആരുടെയൊക്കെ അന്നദാനമാണ് എന്നുള്ളത് ഞാൻ പേജിലിട്ടിട്ടുണ്ട്, ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്. നമ്മുടെ മഞ്ചരീസിലൂടെയുള്ള അന്നദാനങ്ങളൊന്നും തന്നെ ഞാൻ ലൈവ് ഇടാതെ കൊടുക്കില്ല. നിങ്ങളിൽ പലരും ചോദിക്കാറുണ്ട്, മാതാജി എൻ്റെത് കൊടുത്തോ എന്ന്. ആരുടെ അന്നദാനവും ഞാൻ ലൈവ് ഇടാതെ കൊടുക്കില്ല. ആരുടെയൊക്കെ അന്നദാനമാണോ കൊടുക്കുന്നത് അവരുടേത് യഥാക്രമം ഞാൻ പേര് പേജിലും ഇടും, ഗ്രൂപ്പിലും ഇടും. ലൈവ് ഇട്ടിട്ടേ കൊടുക്കൂ. അന്നദാനങ്ങളും ഹാരങ്ങളും ഒന്നും ലൈവ് ഇടാതെ ചെയ്യില്ല. എല്ലാം ലൈവ് ഇട്ടിട്ടേ കൊടുക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ അന്നദാനം പുനവ അമ്മയുടെ പേരാണ് പുനവ. ആ അമ്മയുടെ പേരിൽ 7 എണ്ണാണ്. പിന്നെ വിലാസി അവിട്ടം, വിലാസിയാണോ വിലാസിനിയാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഒന്ന് ക്ഷമിക്കണം, വിലാസിയാണെന്ന് തോന്നുന്നു. അവരുടെ 74ാമത്തെ പിറന്നാളായിരുന്നു, കഴിഞ്ഞുപോയി. പക്ഷേ ഏൽപ്പിച്ചത് നമ്മൾ ചെയ്യാതിരിക്കില്ല. അമ്മയ്ക്ക് ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ അമ്മ. അമ്മയുടെ പേരിൽ 14 അന്നദാനമാണ്. പിന്നെ നമ്മുടെ ശൈല ബി, അവരുടെ പേരിൽ ഒരു 10 അന്നദാനമാണ്. പിന്നെ വേദ എസ് കുമാർ, അവരുടെ പേരിൽ 2 എണ്ണമാണ്. പിന്നെ ദുബായിലോ എവിടെയോ ഉള്ളതാണ് ഒരു 4 പേര്. അവരുടേത് വരുന്നത് പ്രദീപ് ഉത്രട്ടാതി, പ്രീതി തൃക്കേട്ട, ദീപക് പൂയം, ദീപിക മൂലം. അവരുടെ പേരിൽ 10 എണ്ണമാണ്. എനിക്കവരെ വിളിച്ചറിയിക്കാൻ പറ്റിയിട്ടില്ല. പുറത്താണ് അവർ, അതുകൊണ്ട് വിളിച്ചറിയിക്കാൻ പറ്റിയിട്ടില്ല. ബാക്കി അന്നദാനം കൊടുക്കുന്ന എല്ലാവരെയും നമ്മളുടെ അഡ്മിൻസ് വിളിച്ചറിയിക്കും. ഇന്നാണ് നിങ്ങളുടെ അന്നദാനം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചറിയിച്ചാണ് കൊടുക്കാറ്. പിന്നെ ലിനിഷയുടെയും പിറന്നാളായിരുന്നു. അവരുടെ പേരിൽ 3 അന്നദാനമാണ്. അപ്പം 51 കൂടുതലുണ്ട്, 52 53 ഉണ്ട്. നമ്മൾ ഫുഡ് മാത്രമല്ല വെള്ളവും കൂടെ ചേർത്താണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം അന്നദാനത്തിൻ്റെ ആൾക്കാരൊക്കെ കാണുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇത്ര പേര് ലൈവിൽ വന്നു എന്ന് എനിക്കറിയില്ല. മാക്സിമം അന്നദാനം ലൈവ് ഷെയർ ചെയ്യാം. പാവങ്ങൾക്ക് ഭക്ഷണം എത്താൻ ഈ ഒരു മാർഗമേ ഞാൻ കാണുന്നുള്ളൂ. അതുകൊണ്ട് ദയവായി എല്ലാവരും അന്നദാനത്തിൻ്റെ ലൈവൊക്കെ മാക്സിമം ഷെയർ ചെയ്യാം. പാവങ്ങളുടെ വിശപ്പിന് ഒരു കൈത്താങ്ങായി മാറുക. ഇത് കൊടുക്കാനും കൊണ്ടുപോകാനൊക്കെ നല്ല റിസ്ക് ഉണ്ട്. അപ്പം പിന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഇന്ന് ആരുടെയും കിട്ടിയിട്ടില്ല. ആരെങ്കിലും ഒന്ന് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഹെൽപ്പ് ചെയ്താൽ നന്നായിരിക്കും. ചില സമയങ്ങളിൽ എൻ്റെ കയ്യിൽ ഉണ്ടാവാറുണ്ട്, ഞാൻ എടുത്ത് കൊടുക്കാറുണ്ട്. ചില സമയങ്ങളിൽ ഉണ്ടാവാറില്ല. അപ്പം ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആർക്കെങ്കിലും ഇന്നത്തത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം. അപ്പം ഇന്ന് നമ്മൾ അന്നദാനവുമായിട്ട് ഇറങ്ങി. ഇവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് കുറച്ച് പ്രതികൂലമാണ്, നല്ല പ്രതികൂലമാണ്. നല്ല ചൂടായിട്ടുള്ള ക്ലൈമറ്റാണ്. വൈകുന്നേരം ആണെങ്കിലും നമുക്ക് ആ ഒരു ചൂട് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇപ്പോഴാണെങ്കിൽ റംസാൻ നോമ്പും കൂടെ ആയതുകൊണ്ട് എനിക്ക് നോമ്പും പിടിച്ചുകൊണ്ട് കൊടുക്കുന്നതും ചില സമയങ്ങളിൽ ബുദ്ധിമുട്ടാണ് മാക്സിമം. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് നെറ്റ് കട്ടായി പോയതാണ്, ക്ഷമിക്കണം കേട്ടോ. കൊടുത്തു തുടങ്ങുമ്പോൾ ഞാൻ ഇത് ചെയ്യാം, ബാക്ക് ക്യാമറ ഓൺ ആക്കാം. നമ്മൾ അന്നദാനം കൊടുക്കുമ്പം തേടി കണ്ടുപിടിച്ച് കൊടുക്കണമല്ലോ. ഇന്ന് രാത്രി എന്താ പറയുക, ക്ലാസ് ഉണ്ടാവില്ല. എനിക്ക് അർജൻറ്റായിട്ടൊരു മീറ്റിങ്ങിന് പോകാനുണ്ട്. നമ്മൾ ജാതിമത ഭേദമന്യാണ് കൊടുക്കുന്നത്, എല്ലാവർക്കും അറിയാം. നമ്മൾക്ക് മഞ്ചരീസിൽ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ അങ്ങനെ ജാതി മതമൊന്നും ഞാൻ നോക്കാറില്ല. നമുക്ക് മനുഷ്യ സ്നേഹം, ദൈവം പറഞ്ഞിരിക്കുന്നത് നമ്മളിൽ ഇളയവനെ സ്നേഹിക്കാനാണ്. ഇതാണെങ്കിൽ ദുഃഖവെള്ളിയുടെയും ഈസ്റ്ററിൻ്റെയും അതുപോലെ
നമ്മുടെ എന്താ പറയുക, റംസാൻ്റെയും ഒക്കെ പുണ്യമായ മാസമാണ്. ഈ ഒരു മാസം നമ്മൾ മാക്സിമം അന്നദാനങ്ങൾ കൊടുക്കുക. പാവങ്ങളുടെ വിശപ്പിലേക്ക്. നമുക്ക് ജാതിയില്ല, മതവുമില്ല, ഒന്നുമില്ല നമുക്ക്. ഓക്കെ, സത്യം, സ്നേഹം, നീതി, ന്യായം, ധർമ്മം ഇത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. നമ്മുടെ ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചതും യഥോ ധർമ്മ തഥോ ജയ എന്നാണ്. എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയമുണ്ടെന്നാണ്. അതുകൊണ്ട് നമ്മളൊരു കാരണവശാലും ജാതിയും മതവും കുലവും ഗോത്രവും ഒന്നും നോക്കിയിട്ടല്ല നമ്മൾ ആർക്കും സഹായം ചെയ്യുന്നത്. നമ്മളെക്കൊണ്ട് ആവുന്ന സഹായം നമ്മൾ ചെയ്യുന്നു. അതിലൊന്നാണ് നമ്മുടെ അന്നദാനം. അപ്പം അന്നദാനം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉചിതമായ ആൾക്കാരെ റോട്ടിലിങ്ങനെ യാത്ര ചെയ്ത് കണ്ടെത്തുകയാണ്. അപ്പോൾ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ അറിയാലോ, നമ്മൾ കൊടുക്കുമ്പം അത് അവർക്ക് അവരുടെ ഒരു കുടുംബത്തിന് ആശ്രയമാണ്. എല്ലാവർക്കും അറിയാം. എൻ്റെ സുഹൃത്ത് അമ്മുവാണ് അത് ചെയ്യുന്നത്. അവളുടെ കാര്യം പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനൊന്നുമില്ല. അവൾക്ക് ഹസ്ബൻഡില്ല, 2 പെൺകുട്ടികളാണ്. അപ്പം നമ്മുടെ ഈ ഒരു സഹായമാണ് അവളുടെ ഒരു ഉപജീവന മാർഗം. ആ കുട്ടികളുടെ വിദ്യാഭ്യാസം എല്ലാം, വീട്ടുവാടക മുതലെല്ലാം. അപ്പം ആ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് 500 രൂപ ഞാൻ അമ്മൂനാണ് കൊടുക്കാറ്. അതുകൊണ്ട് അന്നദാനത്തിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ആരെങ്കിലുമൊക്കെ സഹായിക്കുവാണെങ്കിൽ വലിയ സന്തോഷം. നമ്മൾ ഫുഡും വെള്ളവും എടുത്തുകൊണ്ട് പോയി നമ്മൾ ഓരോരുത്തർക്കും അവരവരുടെ കൈകളിൽ എത്തിക്കുമ്പം അവരാ ഒരു സന്തോഷത്തോടു കൂടി ഒരു നേരമെങ്കിലും പട്ടിണി കൂടാതെ കിടക്കുക എന്ന് പറയുമ്പം നമ്മൾ നമ്മുടെ ഈ ഒരു ആയുസ്സിൽ ചേർത്ത് വെക്കുന്ന ഏറ്റവും പുണ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇതുപോലെ അന്നദാനം ലൈവിട്ട് ചെയ്യുന്നത് നമ്മൾ മാത്രമാണ് അല്ലേ? മറ്റെവിടെയാണെങ്കിലും ഇതുപോലെ അന്നദാനമൊന്നും ലൈവിട്ടൊന്നും ചെയ്യില്ല, കൊടുത്തങ്ങോട്ട് പോവുകയുള്ളൂ. പക്ഷേ മഞ്ജരീസിലൂടെ ആകുമ്പോൾ നിങ്ങൾ തരുന്ന അന്നദാനം ആരുടെ കൈകളിലാണ് എത്തുന്നത്, അത് ആരാണ് വാങ്ങുന്നത്, കഴിക്കുന്നത് എല്ലാം നിങ്ങൾക്ക് വ്യക്തമായി നിങ്ങളുടെ വീടുകളിൽ ഇരുന്ന് കാണാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ദയവായി എല്ലാവരും മഞ്ജരീസിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇന്നലെ നമ്മുടെ അഡ്മിനോട് പറഞ്ഞു, ഓരോ പ്രയാസങ്ങൾ നമ്മുടെ മഞ്ജരീസിലുള്ള ഓരോരുത്തരുടെ കുടുംബങ്ങളിലുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടും മഞ്ജരീസ് കുടുംബത്തിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ വഴിപാടുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നലെ ഞാനൊരു മഹാദേവ ക്ഷേത്രത്തിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ അഡ്മിനോട് ജിത്തുവിനോട് ഞാൻ പറഞ്ഞു, ജിത്തു കുറച്ച് ജലധാര ചെയ്യൂ മഞ്ജരീസിൻ്റെ പേരിൽ എന്ന് പറഞ്ഞു. അങ്ങനെ ജിത്തു അത് ചെയ്യാൻ വേണ്ടി പോയപ്പോഴേക്കും അവിടുത്തെ തിരുമേനി പറയാണ്, ഇന്നലെ ആരോ ഒരാൾ മഞ്ജരീസിൻ്റെ പേരിൽ ഇതുപോലെ വഴിപാട് ചെയ്തു പോയല്ലോ എന്ന്. സുജാത മാതാജി അയച്ചിരുന്നോ 500 രൂപ? സ്ക്രീൻഷോട്ട് മഞ്ജരീസിൽ ഇട്ടിട്ടുണ്ടോ? ഞാൻ നോക്കിയിട്ടില്ല എങ്കിൽ അത് ഞാനിപ്പോൾ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ ചാർജായിട്ട് എടുക്കാം. ആ മെസ്സേജ് നോക്കിയിട്ടുണ്ട് എങ്കിൽ ഞാൻ അന്നദാനത്തിന് ഡയറിയിലേക്ക് എഴുതി വെച്ചിട്ടുണ്ടാവും. ആ മെസ്സേജ് ഞാൻ നോക്കിയോ ഇല്ലയോ എന്ന് ഒന്ന് സുജാത മാതാജി ഇപ്പം പറയാമോ? നോക്കിയിട്ടുണ്ടെങ്കിൽ അന്നദാനം എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും. കിട്ടിയോന്നല്ല, മാതാജി സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ടോ മഞ്ജരീസിൽ? ആ 500 രൂപ അയച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ടോ? അപ്പം ശരി മോനെ, പോയിട്ട് വാ. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, നമ്മൾ പോലും അറിയാതെ ആരൊക്കെയോ നമുക്ക് വേണ്ടിയും ഇങ്ങനെ പ്രാർത്ഥനകളൊക്കെ ആയിട്ട് പോകുന്നു. കാരണം മഞ്ജരീസിലുള്ള എല്ലാവരും സമാധാനമായിരിക്കണം എന്നുള്ളത് എനിക്ക് വളരെ നിർബന്ധമാണ്. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും നമുക്കൊരു സങ്കടമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് പ്രഭാഷണത്തിന് പോയപ്പം നമ്മുടെ ഗ്രൂപ്പിലെ സുധി പാലത്തിങ്കലിൻ്റെ അമ്മ വീണ് കൈയൊക്കെ ഒന്ന് ഒടിഞ്ഞോ ഉളിക്കോ അങ്ങനെ ഒരു പ്രയാസം. അങ്ങനെയൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് വല്ലാത്ത വിഷമമാണ്. കാരണം എന്തിനാണ് അങ്ങനെ ഒരവസ്ഥ എന്ന് ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. എന്തോ വലുതായിട്ട് വരാനുള്ളത് ചെറുതായിട്ട് തീർന്നു, അത്രേ ഞാൻ കരുതുന്നുള്ളൂ. എല്ലാവരും സുരക്ഷിതമായിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. ഓരോരോ പ്രയാസങ്ങളിലൂടെയാണ്. ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് മാതാജി? ഞാൻ നോക്കിയിട്ടുണ്ട്. നോക്കി എന്നാണോ മാതാജി പറഞ്ഞത്? എനിക്ക് മനസ്സിലായിട്ടില്ല. നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാനത് അന്നദാനം എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് എഴുതിപ്പോയി. ട്രാൻസ്പോർട്ടേഷൻ എടുക്കില്ല, എഴുതി കഴിഞ്ഞു. ഇനി അത് നോക്കിയിട്ടില്ല. നോക്കിയിട്ടില്ലെങ്കിൽ ഓക്കെ, മാതാജി എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. നോക്കിയിട്ടില്ല എന്നാണെങ്കിൽ ഞാനതിപ്പോൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി എടുക്കാം. അപ്പോൾ കോഴിക്കോട് നിന്ന് സുജാത, ക്ഷമിക്കണം നെറ്റ്വർക്ക് പോയതാണ്. ഞാനിവിടെ ഉണ്ട് സുജാത മാതാജി. അപ്പോൾ നമ്മുടെ കോഴിക്കോടുള്ള സുജാത മാതാജിയുടെ
വകയാണ് ഇന്ന് നമ്മുടെ എന്താ പറയുക ട്രാൻസ്പോർട്ടേഷൻ. തീർച്ചയായിട്ടും സുജു, ഭഗവാന്റെ കാരുണ്യം. ക്ഷമിക്കണം, നെറ്റ് പോയതാണ്. അപ്പോൾ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മഞ്ചേരീസിൽ എല്ലാവരും സേഫായിരിക്കണം, ഒരാപത്തും ഉണ്ടാവരുത്. ഇടയ്ക്കിടയ്ക്ക് നെറ്റ് പോകുന്നു. ഈവനിങ് ടൈം ആയതുകൊണ്ടാണ് കേട്ടോ, ക്ഷമിക്കണം. ഹരേ കൃഷ്ണ. നല്ല ടൈറ്റ് ഷെഡ്യൂള് വർക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, കുറച്ച് പോലും റെസ്റ്റ് ഇല്ലാതെ പോകുന്നു. ഇത് കഴിഞ്ഞിട്ടും കുറേ കാര്യങ്ങളുണ്ട്. അർജൻറ്റായിട്ടൊരു മീറ്റിങ്ങിന് എത്താനുണ്ട്. അപ്പോഴേക്കും കിച്ചൂട്ടൻ്റെ കാരുണ്യം കൊണ്ട് വേഗം അന്നദാനം കൊടുത്ത് തീരണം. എന്നാലേ എനിക്ക് സമയത്തിന് അവിടെ കയറാൻ പറ്റൂ, അവരെ കാണാൻ പറ്റൂ. അതും ഒരു ടെൻഷൻ. നമ്മൾ ഒരുപാട് ദൂരത്തേക്കാണല്ലോ എപ്പോഴും ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ട് പോകുന്നത് അന്നദാനം കൊടുക്കാൻ. അതാണ് കാര്യം. എല്ലാവരും സേഫാണല്ലോ അല്ലേ? ആർക്കും ഒരു പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. എങ്ങനെയാണ് സുജുവിനെ മറക്കുന്നത്? മറക്കേണ്ട ആവശ്യം എനിക്ക് എന്താണ്? നല്ല ക്ഷീണമുണ്ട്. ഞാൻ ആരെയും മറന്നിട്ടില്ല. പക്ഷേ ഞാനിപ്പം നിൽക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്കൊന്നും മനസ്സ് തുറന്ന് ചിരിക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷനാണ്. അത്രയും എനിക്ക് ലെഫ്റ്റും റൈറ്റും തിരിയാൻ പറ്റാത്ത അത്രയും വർക്കുണ്ട്. അതെല്ലാം കമ്മിറ്റ് ചെയ്ത വർക്കാണ്. പലതും ഞാൻ അഡ്വാൻസ് വാങ്ങിപ്പോയതാണ്. അതെല്ലാം ചെയ്ത് തീർത്ത് കൊടുക്കണം. ആ அப்பா சாப்பாடு வாங்கிக்கோங்க. வாங்க இந்த பக்கம் வாங்க, வாங்கிக்கோங்க. தண்ணி இருக்கு, அதில் சாப்பாடு വാങ്ങിക്കോங்க. അപ്പം നല്ല ഒരുപാട് വർക്കുള്ളതും തണ്ണി കുടമ്പോ വരങ്ക. നല്ല ഒരുപാട് എന്താ പറയുക, ഞാൻ ചിരിക്കുന്നതേ ഉള്ളൂ. എനിക്ക് ഒത്തിരി ഒത്തിരി ജോലി തീർക്കാനുണ്ട്. എങ്ങനെ തീർക്കുമെന്നൊരു ഐഡിയ ഇല്ല. കുറേ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് പുതിയതിലൊരെണ്ണം ഇന്നലെ തല വെച്ച് കൊടുക്കും. അതടുത്തത്. കൊടുത്ത് തീർത്താൽ നമുക്ക് സമാധാനം. ഒരുപാട് ജോലിയുണ്ട്, ഒത്തിരി. എന്ത് പറയണം. കോഴിക്കോട് വന്നിട്ട് സത്യത്തിൽ ഒരു വൈകുന്നേരം വന്നു, രാത്രി തന്നെ ഞാൻ തിരിച്ചു. അണ്ണാ സാപ്പാട് വാങ്ങിക്കോങ്ക, വാങ്ങ സാപ്പാട് വാങ്ങിക്കോങ്ക. അതോ വാങ്ങിക്കോങ്ക, വാങ്ങിക്കോ. ഒരുപാട് അന്ന് വൈകുന്നേരം തന്നെ വന്നിട്ട് അന്ന് വൈകിട്ട് തന്നെ ഞാൻ തിരിച്ചു പോയി. കാരണം ഒരു ദിവസം പോലും നിൽക്കാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ശരിங்க, ഓക്കെ, താങ്ക്സ്. സാപ്പിട്. നിൽക്കാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ഇവിടെ നമ്മുടെ പറഞ്ഞതിലേയും ദിവസം മാറി 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 മാറിപ്പോയി. അതൊക്കെ ഒന്ന് തീർക്കാതെ എനിക്കൊന്ന് മനസ്സൊന്ന് റിലാക്സ് ചെയ്യാൻ കഴിയില്ല. കമ്മിറ്റഡ് അല്ലേ, തീർത്തേ പറ്റൂ. ഒന്ന് സ്മൂത്തായിട്ട് ഇങ്ങനെ പോവുമായിരുന്നു, വർക്കുകളൊന്നും പെൻഡിങ് ഇല്ലാതെ. മഞ്ചേരീസിൻ്റെ പെൻഡിങ് ഉണ്ടായാലും എനിക്ക് നിങ്ങളോട് ഉത്തരം പറഞ്ഞാൽ മതിയല്ലോ. ഇത് ചാനലുമായി ബന്ധപ്പെട്ടതാവുമ്പോഴേ പ്രഷർ കുറച്ച് കൂടുതലാണ്. ഒരല്പം ഉത്തരം കൊടുക്കാൻ പറ്റാത്ത അത്രയും എന്താ പറയുക പ്രഷറാണ്. ആ തീർത്ത് കൊടുത്തേക്കട്ടെ. തീർത്ത് കൊടുത്താൽ ചിരിക്കാൻ പറ്റും. ഇത് തീർത്തിട്ട് എനിക്ക് വീണ്ടും ഒന്ന് ഒരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗ് തീർത്തിട്ട് ഒരു 11 മണിയാകുമ്പോഴേക്കും സ്റ്റുഡിയോയിലേക്ക് പോകണം. 11 മണിക്ക് പോയാൽ എനിക്കൊരു 1:15 2 മണിയാകുമ്പോഴേക്കും കുറച്ച് വർക്ക് തീർത്തിട്ട് വരാം. ധൈര്യമായിരിക്കും സുജാത മാതാജി, ഞാൻ വിളിക്കാം മാതാജിയെ. വിഷമിക്കാതിരിക്കും, ഒട്ടും ടെൻഷൻ അടിക്കണ്ട. ഇതുപോലൊരു ലൈവിൽ മാതാജി മെസ്സേജ് ഇടും, വിസ റെഡിയായെന്ന്. ചിലപ്പോൾ ആ കൺട്രിയിലേക്ക് പോയാൽ നമ്മൾ വിചാരിച്ചത്ര ഉയരത്തിലേക്ക് എത്താൻ പറ്റില്ലായിരിക്കാം. എന്തെങ്കിലും ഒരു സേഫ്റ്റി കുറവുണ്ടാവാം. അതായിരിക്കും ഭഗവാൻ അങ്ങനെ ചെയ്തത്. ക്ഷമിക്കാതിരിക്കും.
നല്ല ക്രൗഡാണ്. ഒരു മിനിറ്റ് കേട്ടോ. ചത്തൊന്നും പോയില്ലല്ലോ, നമ്മൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. പ്രാർത്ഥിക്കാം. வணக்கம் சார். நான் அன்னதானம் கொடுத்துட்டு இருக்கேன் சார், அதான் கால் அட்டென்ட் பண்ண முடியல, மன்னிச்சிடுங்க. நான் முடிச்சுட்டு கால் பண்ணவா? ஓகே சார், ஓகே, பாய். അയ്യോ നാരായണ, ഞാൻ അന്നദാനം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത്. അപ്പോഴേക്ക് അവിടെ നിന്ന് വിളി വന്നു. 10 മിനിറ്റ് കേട്ടോ, 2 സ്റ്റുഡിയോന്ന് കോള് വന്നിട്ടുണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യും. ഹലോ ചേച്ചി, അമ്പിളിയാണേ. അല്ല ചേച്ചി, ഇത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ള നമ്പറാണ്. ആ 3 നമ്പറും ചേച്ചി സേവ് ചെയ്ത് വെച്ചോളൂ. ഓക്കെ. ചേച്ചി ഞാനൊരു 9:30 മണിയാകുമ്പോഴേക്ക് റെക്കോർഡ് ചെയ്ത് അയച്ചുതരാം. ഒരു 9:30, 10 ആകുമ്പോഴേക്കും വെളിയിലായിരുന്നു. ഇപ്പോൾ ഒരു 9:30 ആകുമ്പോഴേക്കും റെക്കോർഡ് ചെയ്ത് തരാം. ശരി ചേച്ചി, ഓക്കെ, ബൈ. ഹരേ കൃഷ്ണ. ചെന്നൈയിലെ ചൂടൊന്നും ഞാൻ അറിയുന്നില്ല. ആ സമയം എത്രയായി? 8:11. അമ്മു 9:30க்குள்ள முடிக்கணும் അമ്മു. இப்போ 8:11. நேற்று அந்த ஆடியோ புக்ஸ் மலையாளம் பண்ண சொன்னல, இதில் மதுரை வயலில் கிளைண்ட் என்ன சொல்கிறேன்னா, ஃபீலிங்ஸ் வேணுமா, ஃபீலிங்ஸ் கொஞ்சம் ஃபீலிங்ஸ் கம்மியாக இருக்கும். அப்போ அந்த ஸ்டோரியிலும் கொஞ்சம் ஃபீலிங்ஸ் போட்டு ரெக்கார்ட் பண்ணி கொடுக்குறோமா. ஆமாம், மலையாளம். அந்த தம்பிக்கு அம்மாவோட கால் வருதில்ல, அந்த கதையில் அம்மாவுக்கு கொஞ்சம் உடம்பு சரியில்லைன்னு சொல்லிட்டேன். ஆமாம், அப்போ அந்த தம்பியோட ஃபீலிங்ஸ், அது சொல்கிற அந்த வேலைக்காரனோட ஃபீலிங்ஸ், இதெல்லாம் கொஞ்சம் ஃபீலிங்ஸாக டிஃப்ரெண்ட் மாடுலேஷனில் கொடுக்கணுமா. നാരായണ ദേവമേ നാരായണ. പിന്നെ കൊല്ലു 9:30ക്ക് ഞാനിപ്പോൾ അവിടെ ചെല്ലാന്ന് പറയുന്നത് വേണ്ട, എന്നാലും മുടിയാതെ റെക്കോർഡ് പണി കൊടുത്തല്ലോ. എല്ലാവരും 9:30, 10 മണിക്കൊക്കെ കിടന്നുറങ്ങുമ്പോൾ ഞാനിങ്ങനെ സ്റ്റുഡിയോകളിൽ നിന്ന് സ്റ്റുഡിയോയിലേക്ക് ഇങ്ങനെ പോകണമല്ലോ. നാരായണ. ശരിയാവും, എല്ലാം ശരിയാവും. ഇപ്പം ഞാൻ രാത്രിയും പകലും ഒരുപോലെ ജോലി ചെയ്യുന്ന രൂപത്തിലായി. രാത്രിയിലൊക്കെ ഇപ്പം ജോലിയായി, എല്ലാം ശരിയാവും. സർവം കൃഷ്ണാർപ്പണമസ്തു. എവിടെ ആൾക്കാർ വേഗം വന്ന് വാങ്ങിക്കൂ, സമയമില്ല, ജോലിക്ക് കയറണം. എല്ലാം ശരിയാവും. ഉറക്കം വരുന്നു. അമ്പിളി വേഗം പോയി കിടന്നുറങ്ങിക്കോളൂ എന്ന് പറയാം. സുഖമായി കിടന്നുറങ്ങും. എല്ലാം മറന്ന് ഞാൻ കിടന്നു. പക്ഷെ മറക്കാനും ഉറങ്ങാനും പറ്റാത്ത അവസ്ഥയിലാണിപ്പം. ഏത് ഫീൽ വേണമെന്നോ. ആ ക്ലയൻറ്റിന് കുറച്ച് എന്താ പറയുക, എൻ്റെ അമ്മയ്ക്ക്, അതായത് ഒരു മകൻ സാവിത്രി എന്ന് പറയുന്ന ഒരാൾ ഒരു മോനെ എടുത്ത് വളർത്തിയതാണ്. അമേധി, കറക്റ്റ്. ഭയങ്കര അമേധിയായിട്ടിരിക്കുകയാണ് കുഞ്ഞ്. അപ്പോൾ ആ ഒരു മകന് അമ്മയ്ക്ക് വയ്യാണ്ട് മരിക്കാൻ കിടക്കുന്ന അവസ്ഥയിൽ ജോലിക്കാരൻ്റെ അടുത്തുനിന്ന് കോള് വരികയാണ്. അങ്ങനെയുള്ളൊരു നോവല് അത് ചെയ്തു കൊടുക്കണം. അപ്പം ആ മകൻ്റെ ആ ഒരു വികാരപരമായ ഫീലിങ്സ് ഉണ്ട്, അത് പോരാന്ന്. നമ്മൾ കൊടുത്ത സൗണ്ടിൽ അത് പോരാ, ഇനിയും
ലൈറ്റിങ്സോട് കൂടി വേണമെന്നാണ് ക്ലയൻറ്റ് പറയുന്നത്. ഹരേ നാരായണ. ഇന്നലെ ചെയ്തതെല്ലാം അവർ റിജക്റ്റ് ചെയ്തു. തിരിച്ച് വീണ്ടും ചെയ്യണം. സാരല്ല, 9:30 പോയി ചെയ്ത് കൊടുക്കാം. ഈ വർക്ക് എടുക്കുന്ന മെയിൻ ക്ലയൻറ്റ് വേറെ എവിടെയോ ഇരിക്കും. അതെടുക്കുന്ന ആ ഓരോ ഭാഷകളിലെടുക്കുന്ന ക്ലയൻറ്റുകൾ വേറെ എവിടെയെങ്കിലും ഇരിക്കും. എന്നിട്ട് ഇവരുടെ സ്റ്റുഡിയോ വേറെ എവിടെയെങ്കിലും ഉണ്ടാവും. നമ്മളവിടെ ചെന്ന് അത് ചെയ്ത് അവർക്ക് മെയിൽ അയച്ചു കൊടുക്കുമ്പോഴേക്കും ഒരു നേരമാവും. അങ്ങനെ തീരും അല്ലേ? സ്റ്റുഡിയോയിൽ പോയി തീരും നമ്മൾ ലൈഫിൽ. கேட்டுட்டு போகலாமோ? അതിൻ്റെ ഇടയ്ക്ക് നടുവിൽ ആ സിഗ്നലിൽ ഒരാൾക്ക് ഭക്ഷണം കൊടുത്തപ്പോഴത്തേക്ക് ഷെയർ ഓട്ടോക്കാരനുണ്ട് ചുമ്മാ കിടന്ന് ചൂടാവും. അമ്മ അയാളെ ചീത്ത. ஐயோ, அந்த குழந்தைய நடுவில் உட்கார வச்சுட்டு அந்த அம்மா எப்படி மொபைல் படிக்க பாரு. குழந்தை பத்திரமா பிடிச்சிக்கணும்ல. അറിവില്ല அந்த அம்மாக்கு. இவளெல்லாம் ஒரு தாய் ஏன்னா പേയ്. അത് തായ് கிடையாது, പേയ്. ഒരു കുട്ടീനെ മടിയിൽ വെച്ചിട്ടേ മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നു. ഭർത്താവ് മുമ്പിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. കാലില്ല എന്താ മനുഷ്യന്. பாவண்டே அப்படியே போகிறது. அப்பா வாங்கிக்கோங்க, சாப்பாடு வாங்கிக்கோங்க. அப்பா എന്നാச்சு കാലിക്ക്? മലയാളിയാണോ? എവിടെയാ നാട്? പാലക്കാടോ? എന്താ ഇവിടെ? പാലക്കാട് എവിടെ? മണ്ണാർക്കാടോ? ഫാമിലിയൊക്കെ? അപ്പോ ഇവിടെ എന്താ കിടക്കണേ? പോയില്ലേ? നാട്ടിൽ പോണില്ലേ? ഇവിടെ ജോലിയാണോ? ജോലിയൊന്നുമില്ല. ഞാൻ ഈ കാർ പാർക്കിംഗ് ആ അത് കാരണം ഇവിടെ ചേർക്കരമായ ഒരു ആക്സിഡന്റ്. അയ്യോ, അപ്പൊ നാട്ടില് മക്കളൊന്നുമില്ലേ? ഇല്ല. കല്യാണം കഴിച്ചില്ല? അവിടെ ഇപ്പൊ ആരാ ഉള്ളേ? അവിടെ എൻ്റെ അനിയനും. അവരാരും നോക്കൂലേ അച്ഛനെ? നോക്കും. ഞാൻ വെറുതെ അവിടെ പോയി ഇരിക്കുന്നത്. ഞാൻ ഇവിടെയായിരുന്നു 50 ഓ ഹോട്ടലില്. ഇപ്പൊ ആരോഗ്യം വയ്യാത്തോണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇവിടെ തന്നെയാണോ സ്ഥിരം ഉണ്ടാവുക? ഇവിടെ തന്നെയാണോ സ്ഥിരം ഉണ്ടാവുക? അതെ, ഇവിടെ 2 കൊല്ലം കൊറോണ ഹോട്ടലിൽ. ശരി, നാളെ ഈ സമയത്ത് ഉണ്ടാവോ? ഇവിടെ തന്നെ. ശരി, ഞാൻ വരാം. പാലക്കാട് മണ്ണാർക്കാടുള്ള ഒരു അച്ഛനാണ്. കല്യാണം കഴിച്ചിട്ടില്ല, അനിയന്മാരേ ഉള്ളൂ. അവരാരും നോക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ 50 കൊല്ലമായിട്ട് ഇവിടെ ഹോട്ടൽ ജോലി ചെയ്തതാണ്. അപ്പോൾ വയ്യാത്ത കാരണം റോഡ് സൈഡിൽ കിടക്കുന്നു. എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ട് എന്നാ വെച്ചാൽ എല്ലാവരും എங்கே പോയി ചമ്മു? എന്താ കഥ നോക്കട്ടെ. നാളെ മറ്റന്നാളോ സാലറി വരുമായിരിക്കും.
വന്നാൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പാവും. பாட்டி ஏன் சண்டை போடுறீங்க? நீங்க அங்க இங்க உட்காந்து சண்டை போடுறீங்க. வாங்க சாப்பாடு வாங்கிக்கோங்க. அப்பா சண்டை போடாதீங்க, வாங்க சாப்பாடு வாங்கிக்கோங்க. ഒരു ഗേറ്റിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എത്ര വേണ്ടുമോ വാങ്ങിക്കോங்க. அவங்க பொண்டாட்டியும் புருஷனுவா? வைஃப் ஹஸ்பண்டா? ஐயோ நாராயணம். ஒரு கேட்டு வாசல் உட்காந்துக்கு அங்க இங்க பார்த்து சண்டை போட்டுட்டு இருக்கீங்க. തീർച്ചയായിട്ടും ജയന്തി മാതാജി, നമുക്കൊന്നും ചിന്തിക്കാനുള്ള സമയം കിട്ടില്ല. അയ്യോ പാത്തുங்க, தண்ணி தானே போகணும். சரி ஓகே, வாங்கிக்கோங்க. அந்த பாட்டிக்கு அவங்களுக்கு வந்து கொடுத்துருங்க, வாங்கி கொடுத்துருங்கப்பா. അയ്യോ സാമി, ഇവർ രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കണ്ടോ, ഒരു ഭർത്താവ് അവിടെ ഇരിക്കണം, ഭാര്യ ഇവിടെ ഇരിക്കണം. அந்த சண்டைக்காரி பாட்டிக்கு வந்து வாங்கி கொடுங்க. ஐயோ என்னத்துக்கு இந்த வயசுல இப்ப போய் சண்டை போடுறீங்க? அவருக்கு வச்சுட்டு இருக்காரு, அது ஹஸ்பண்ட் வாங்கி வச்சிருக்காங்க, வைஃபுக்கு இல்ல, அதுக்கு தான் சண்டை போட்டுட்டு இருக்காங்க ரெண்டு பேரும். பாத்தியா பாரா, അവിടെ ഭർത്താവ്, ഇവിടെ ഭാര്യ. இனி யாராவது இருக்காமா? எத்தனை பேர் வருவாங்க? எத்தனை பேர் வரும்? 6 பேர். உங்ககிட்ட கொடுக்கவா 5 சாப்பாடு? இல்ல நாங்க அதுக்குள்ள போயிடுவாங்க அம்மா. 5 ஒரு 6 கொடுத்து வச்சிடாமோ, கொடுக்குறீங்களா நீங்க? ஒரு 6 கொடுத்துறமோ. தண்ணி பாட்டில் வேணுமா? அதோ கொடுக்குறேன். ஆ ரைஸ் வேணுமா? அண்ணா அவங்கள கொஞ்சம் கூப்பிடுங்க அம்மா. அண்ணா கொஞ்சம் கூப்பிடுங்க. அப்பா தண்ணி பாட்டில் சும்மா உட்காந்து சண்டை போட்டுட்டு ஏங்க? இரு, தப்பு தானே? ஆமா, அதை கேட்டாக்கா எனக்கு இடம் வாங்கி கொடுத்தாலாம் அந்த பொம்பளை. இரு இந்த ஃபுட் அங்க வைக்கணுமே. ஏய் பாட்டி, ஐயோ இரு ரெண்டு சண்டை போட்டு கிட்ட வராங்க. அப்பா வேணாப்பா, போயிடுங்க. வேணாப்பா. ஐயோ நாராயண். சரி விடுங்க. അതിൻ്റെ ഇടയിൽ അവിടെ ഒരു കച്ചറ ഭാര്യയും ഭർത്താവും. ഭാര്യ പറയാന്നു, നിനക്ക് ഇവിടെ കിടക്കാൻ ഞാനാ സ്ഥലം വാങ്ങിച്ചു തന്നേന്ന്. നാരായണ, നമ്മളുടെ ഈ ടെൻഷൻ്റെ ഇടയിൽ ആക്ഷനോടെ കാണിക്കണം. ചിരിക്കാനൊരു കാരണം. അമ്മു நான் எத்தனை மொபைல் கொண்டு வந்தம்மு? 3 தானே அம்மு? 1 லைவ் எடுக்கிறது, 1 அந்த ஜிபே ஃபோனு, 1 இந்த மஞ்சரிஸ். கரெக்டு தானே அம்மு? மஞ்சரிஸ் ஃபோன் எங்கே அப்போ? இருக்கு. അയ്യോ നാരായണം. അത് അതിനേക്കാൾ മേലെ പബ്ലിക്കായിട്ട് ഉമ്മ കൊടുത്തോണ്ടിരിക്കണം ഇവിടെ റോട്ടിൽ. ഇവിടെ ലൈനായിട്ട്
ലൈനായിട്ട് നിൽക്കുന്നതേ ആമാണ്ട കടവുളേ നാരായണം இந்த பொண்ணு അസിംഗമായി ഇല്ലെന്ന് എനിക്കറിയാം. അയ്യോ നാരായണ 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 പബ്ലിക്കായിട്ട് ഉമ്മ വെച്ചുകൊണ്ടിരിക്കുന്നു. അതും കാണണം കാണണം. ഭഗവാനെ 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 ഭഗവാനെ. അയ്യോ സ്വാമി ഏരിയ അങ്ങനെ തന്നെ. ആ എങ്ക ഊരിലെ ബീച്ചിൽ ഉമ്മ കൊടുത്ത അവളതാ ചുംബന സമരം പറഞ്ഞു വരും. എന്തൊക്കെ കാണണം ഗുരുവായൂരപ്പാ കൃഷ്ണ നാരായണ. സത്യം എന്തൊക്കെ കാണിയോ തിരുമ്പ് നിറയെ കാണണം മക്കളെ. ഒരുപാട് കണ്ടാലേ ജീവിതമാകും. നെറ്റ് പ്രോബ്ലം സൈനാ മാതാജിക്ക് ഇല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ഉമ്മ കൊടുക്കണത് കാണായിരുന്നു. അപ്പ അപ്പ സാപ്പൻ വേണ്ടാത്തടാണെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. നമ്മൾ നോക്കി പോകുമ്പോ ഇതൊക്കെ കാണുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? கொஞ்சம் ஃபாஸ்ட்டாக வாங்க. இல்லை அவங்களுக்கு தெரியல, நம்ம அங்கே தான் போய் கொடுக்கணும் போல. ഞാൻ വരാൻ നമുക്കറിഞ്ഞൂടല്ലോ അവരെന്താ ചെയ്യണേന്ന്. എന്ത് നോക്കാൻ ഏത് നോക്കാൻ. കണ്ടും കേട്ടുമെല്ലാം മടുത്തു പോയി മക്കളെ. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ തീർക്കാനുള്ള ഓട്ടത്തിലാണ്. ഒരുപാട് വർക്കിൻ്റെ ഇടയിൽ ഇതുപോലത്തെ ഒക്കെ കാണുമ്പോൾ തന്നെ ഇവരൊക്കെ എന്തിനു വേണ്ടി ജീവിക്കണോ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. എന്താണ് ഇവരുടെയൊക്കെ ലൈഫിൻ്റെ ലക്ഷ്യം, ഇൻറ്റൻഷൻ എന്നുള്ളത് അവർക്ക് മനസ്സിലാണ്. ആഹാ അമ്മ വന്ന നേരം നല്ല നേരം. ജയന്തിയമ്മ വന്നിരിക്കാറില്ല ഇന്ന്. എല്ലാം കഴിഞ്ഞപ്പോഴാണ് ജയന്തിയമ്മ വന്നത്. ഇല്ലെങ്കിൽ തീർന്നേനെ. ടൈം എന്തായി? അറിയാമല്ലോ ഭഗവാനെ. നീ വരാ ബലൂണ്. ஆமாம் பலூனெல்லாம் இல்லை. 50 ரூபா கையில் இல்லாத இருக்கும்போது உனக்கு பலூனா? அந்த 50 ரூபாய் இருந்தால் நாளைக்கு பால் வாங்கிக்கலாம். கம்முன்னு இருக்கு. 2 வீட்டுக்கு பால் ஆகும். അവർക്ക് 50 രൂപയ്ക്ക് ബലൂൺ വേണം. ഞാൻ പറയാം മിണ്ടാണ്ടിരുന്നു. ആമാ 50 രൂപ ഉണ്ടെങ്കിൽ നാളെ 48 രൂപയ്ക്ക് 2 വീട്ടിലേക്കും പാല് മേടിക്കാം. മിണ്ടാണ്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. അവളുടെ ഒരു ബലൂണ്. ചെന്നൈയിൽ വീട് ഓടിക്കാൻ പെടുന്ന പാട് നമുക്കറിയാം. പിന്നെ யாராவது இருக்கா இங்க? இருக்குது பாரு. தம்பி தம்பி வாடா சாப்பாடு வாங்கிக்கோ. எத்தனை பேர் அங்க இருக்கு? எத்தனை பேர் இருக்கு கண்ணாங்க? எத்தனை பேர் இருக்கு தம்பி? 5 பேரா? 5 சாப்பாடு 5 தண்ணி வாங்கிக்கோ. சரியா? முருகன் தானே பேரு? கௌதம் கௌதம். நான் மறந்துட்டேன். அந்த சொன்னேன்ல ஆண்டி கிட்ட. தண்ணி வாங்கிக்கோமா. எல்லாரும் தூங்கியாச்சா? வாங்கிக்கோ. அதோ கொடுக்குறேன். ஓகேவா? ഐസ്ക്രീം മേടിച്ചു കൊടുക്കാം. മിണ്ടാണ്ടിരിക്കുക. എൻ്റെ ഇവിടെ കാശില്ലാണ്ടിരിക്കണം. അന്നേരമാണ് ഐസ്ക്രീം. ഇവിടെയൊക്കെ ഐസ്ക്രീമിന് 100 രൂപയൊക്കെയാണ്. അവർക്ക് ഐസ്ക്രീമൊക്കെ പിന്നെ മേടിച്ചു. ഒരപ്പ പിന്നാടി അമ്മ അങ്ങ് സാപ്പിട്ട്
கூடாமோ நான் கொடுத்துட்டு நாராயணா. யார் இருக்கு 2 பேர்? அது டெண்டரு அது போனார் பற்றி தண்ணி അവിടെ ഒരാളെ നിൽക്കുന്നു. இந்தாங்கப்பா இந்தாங்க 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 சாப்பாடு வேணுமா? இதோ அங்கே கொடுத்துட்டு வாங்க. நீங்கள் வேணும்னா வாங்கிக்கோங்க. இதோ இன்னும் ஒருத்தர் இருக்கார். தண்ணி கூட கொடு. அங்கே ஒரு அம்மா உட்காந்துருக்காங்கல்ல, அங்கே அங்கே. ஓ, அவங்களுக்கும் கொடுத்துருங்க அம்மா. இன்னும் வந்து வாங்கிக்கோங்க. போதுமா? சரி, இந்த அக்கா கொடுங்க. வாங்கிக்கோ வாங்கிக்கோ, இருக்கு. நான் கொடுக்குறேன். நீங்கள் இன்னும் வேணுமா? ഞാനിപ്പോൾ തിരിച്ചു വിളിക്കാം കേട്ടോ. അന്നദാനം കൊടുത്തോണ്ടിരിക്കുക. ഇതൊന്ന് തീർത്തിട്ട് വിളിക്കാവേ. அம்மு, நம்ம வீட்டு பின்னாடி ஒரு ஸ்டுடியோ ஒன்று இருக்கம்மோ, அங்கே இருந்தால் கால். நம்ம அன்னைக்கு போனோம்ல ஒரு ஸ்டுடியோவில், ஞாபகம் இருக்கா? ஒரு சுதீந்திரன் சாரோட ஒரு ஒர்க்கு. மலையாளம் நான் கிராண்ட்மா படம் பண்ணோம்ல, அந்த ஸ்டுடியோவில் இருந்து கால் வந்திருக்காங்க. கௌப் சார். ஐயோ நாராயணன், என்னால் முடியல. ஒரே நாளில் எப்படி இதெல்லாம் முடிக்கிறதுன்னு தெரியலையே. நான் இப்போ திருப்பி பேசுகிறேன்னு சொல்லி கட் பண்ணிட்டேன். எப்போ டேட்டு கொடுக்கறது? டைமே இல்லையே நம்மளுக்கு. இருக்கிறதே ஃபுல் கம்ப்ளீட் பண்ணல. அப்பா இந்த கொடு, நான் கொடுத்துட்டு வரேன். சீக்கிரம் முடிச்சுட்டு. இன்னும் ராத்திரி நமக்கு சிவராத்திரியாக போகுது. நீ தண்ணி எத்தனை இருக்கு? நீ 6 7 இருக்கும். ஐயோ, 2 கொடு. തണ്ണി കൂടെ. മാതാജിയെ ലൈവിൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. മാതാജിക്ക് ഇന്ന് ശിവരാത്രി. അപ്പാ അപ്പാ എന്താങ്ക? ആ സാപ്പിടുക്ക. வேணுமா வேணுமா வாங்க. இன்னும் ஒன்று வாங்கிக்கோ. குழம்பு போதுமா? തണ്ണി കൂടെ. തുടരെ തുടരെ കിട്ടട്ടെ. പക്ഷേ തീർത്ത് കൊടുത്തില്ല. അവരെ തണ്ണി അവരെ വായിലിരിക്കും. അവളെ തന്നെ തീർത്തിട്ടില്ലെങ്കിൽ അവരെ വായിലിരിക്കുന്നത് വേറെ കേൾക്കും. പല ലാംഗ്വേജിൽ കേൾക്കും. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എല്ലാ ലാംഗ്വേജിലും കേൾക്കും. അതാണ് പ്രശ്നം. അതെല്ലാം തീർത്തിട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അതാണ് കാര്യം. ഇത് ഗ്രാൻഡ്മ പടം ചെയ്തിരുന്നതാണ്. ആ പടത്തിൻ്റെ സ്റ്റുഡിയോ എന്നാണ് വിളിച്ചത്. നാരായണ. என்னம்மா பெட்ரோல் இல்லையா? பெட்ரோல் போடலாம்.
നല്ല ക്ഷീണമുണ്ട്. ഇവിടെ നിന്ന് എനിക്ക് മാത്രം സ്പെഷ്യൽ ശിവരാത്രിയാണ്. വിളിക്കനോട് വെക്കി ഇപ്പം തിരിച്ച് വിളിക്കാമേ. എന്നിട്ട് മധുരവയലിലൊന്ന്, മത്സരവാക്കം ഒന്ന്, KK നഗർ ഒന്ന്, அப்புறம் அன்றைக்கி போன கிராண்ட்மா ஸ்டுடியோ ஒன்று, அப்புறம் அந்த கோடம்பாக்கம் ஒன்று, ஆமாம் கோடம்பாக்கம் ஒன்று, T நகரில் 2, அப்புறம் அந்த பிரியா மேடத்தோடது ஒன்று. ஐயோ 8 ஒர்க்கு போதுமோ, 8 2 കൈ 2 കാൽ தான் ചതുർഭാഗമായി പുറക്കില്ലേ. നോക്കട്ടെ എല്ലാം ശരിയാവും. ആരാണ്ടാ മെസ്സേജ് അയച്ചു? ഇനി എത്ര ഫുഡ് എടുത്ത്? 4 ഭക്ഷണം കൂടെ കൊടുത്തു നമുക്കിപ്പോൾ. ആരാ ഉള്ളത്? 38 9:30 4 ഫുഡും കൂടി കൊടുക്കാം. നമ്മൾ കഴിഞ്ഞു. ടെൻഷൻ ഒഴിഞ്ഞിട്ടൊരു നേരമില്ല കുഞ്ഞുങ്ങളെ. 8:38 ശരി. നമ്മൾ ഒരു 1 മണി 2 മണിക്കെല്ലാം വീട്ടിൽ പോകാം. അതാണ് 1 മണി 2 മണിക്കെല്ലാം വീട്ടിൽ പോകാന്ന് പറഞ്ഞപ്പോൾ അവൾ തന്നെ ഇങ്ങനെ ഒരു നോട്ടം. ദിവസം അങ്ങനെയാണ് ഇപ്പോൾ കൂട്ടിയിട്ട് പോണേ ഞാൻ വന്നതിന് ശേഷം. ഭക്ഷണം മാത്രം കൊടുക്കുക. അങ്ങനെ ഇവിടെ അല്ലേ ഒരാളുണ്ടായിരുന്നു, ആള് പോയി. ഇവിടെ ഒരാളുണ്ടായിരുന്നു. ഈ സംസാരത്തിൽ ആരും വഴക്ക് പറയില്ലന്നോ. ஏமா இப்படி பண்ற நீ? உனக்கோசரம் தானே நாங்கள் வெயிட் பண்ணிட்டு இருக்கிறோம். இருக்கிறதுலே காலையில் 10:30 வரேன்னு சொன்னீங்க. இல்லை இப்போ வேண்டாம், இப்போ வேண்டாம், லைவ் போகுது. இல்லை நீ வரேன்னு சொன்ன, அப்புறம் கிளாஸை சொல்லிட்டேன். 12:30 வரேன்னு சொன்னேன், அப்புறம் அதுவும் தாண்டிட்டேன். ஏமா இப்படி பண்ணுறீங்க? எங்களுக்கு கொடுக்கணும்ல. அஸ்ஸலாமு அலைக்கும். சாப்பிடுங்க சாப்பிடுங்க சாப்பிடுங்க. பரவாயில்ல, ஒரு தண்ணி குடிங்க. வரேன், நாளை பார்ப்போம். അദ്ദേഹം കഴിച്ചു. ഉറക്കം വരുന്നു എനിക്ക്. ஆமாம், பாட்டி பாட்டி சாப்பாடு வாங்கிக்கோங்க, வாங்க சாப்பாடு வாங்கிக்கோங்க. சிக்கன் பிரியாணி கொடுக்குறேன். முதல்ல சாப்பிடுங்க. அப்படி அது வாங்க. சரி, அது வாங்கிக்கோமா. நல்லா தண்ணி குடி, நல்லா റെസ്റ്റ് എടു. ഭക്ഷണം വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് ഭക്ഷണം? ഞാൻ പറഞ്ഞ ചിക്കൻ ബിരിയാണിയാണ്. അയ്യോ നാരായണ നാരായണ. இந்த அம்மாக்காக நம்ம எவ்வளோ நேரம் வெயிட் பண்ணோம்மா. சீக்கிரம் வந்து வாங்கம்மா, டைம் வேஸ்ட் பண்ணாதீங்கம்மா.
இல்லை 2 கொடுத்த கையில் குழம்பு இருக்கு. வெள்ளை சாப்பாடு, சாம்பார், ஊறுக்காய், அப்பளம், பொரியல், ஃப்ரை எல்லாமே இருக்கு. அதான் 2 கவர் கொடுத்தேன். நீ நல்லா சாப்பிடு சரியா? ஐயோ அம்மா உயிரை எடுக்காதம்மா. வா இப்படியே ஒவ்வொருத்தர் வெள்ளை சாப்பாடா ரெட்டு சாப்பாடா? എന്നോട് ചോദിക്കാം എന്ത് ഭക്ഷണം? ഞാൻ പറഞ്ഞ ചിക്കൻ ബിരിയാണിയാണ്. என்னது 2? இந்த சந்தை எனக்கு அவ்வளோ பிடிக்கல. திரும்பலாம். ஏண்ணா எங்க பார்த்து வண்டி ஓட்டுறீங்கண்ணா? கொஞ்சம் பார்த்து போக வேண்டியதானே? பயந்துட்டேண்ணா. நீங்க சைடா வந்தப்ப பயந்துட்டேன். நீங்க உங்களை தப்பு சொல்லலைங்க. நீங்க திடீர்னு வந்த போது நாங்க பயந்துட்டோம். அது தெரியும் தெரிஞ்சுதான் சொல்றேண்ணா. நீங்க போங்க. அது வேற. ஆமா പിന്നാലെ വന്നിട്ട് ചുമ്മാ അങ്ങോട്ട് ഒരു ഹോൺ അടിക്കല് പേടിച്ചു പോയി മനുഷ്യൻ. എന്നിട്ട് എൻ്റെ ഹോൺ വളരെ സൗണ്ട് കുറവാണ്. ഇതിനേക്കാളും വലിയ ഹോണൊക്കെ ഉണ്ടല്ലോ. ഓ ഇങ്ങനൊരു മനുഷ്യന്മാര്. സമയം എത്രയായി കുട്ടികളെ? 8:43. അയ്യോ ഇന്നും നാം ലേറ്റ്. ഇങ്ങനെ ഒരു മനുഷ്യൻ. 2 சாப்பாடு 2 வெள்ளம். பேசாம நம்மளே எங்காச்சும் உட்காந்து சாப்பிட்டுட்டு போகலாம், தண்ணியை குடிச்சிட்டு. അതിൻ്റെ പിന്നെ കൂടെ വന്നവൻ അതിനേക്കാളും വലിയ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി ഫോണിൽ കൂടി ആർത്ത് വിളിച്ചവൻ. കാൽ കൊഞ്ചം നീട്ടട്ടോമോ? കാലിട്ട് നീട്ടുമ്പോൾ പിടിക്കാതെ യാരോ അത് പോട്ടെ. അവളെൻ്റെ 2 കാല് ഫ്രണ്ടിൽ നിന്ന് എടുത്ത് പൊക്കി പിടിച്ചേക്കാം. അയ്യോ കാലൊന്ന് നീട്ടട്ടെ. അമ്മൂ നീ എൻ കൂടെ ഇരിച്ചല്ലോ. അവൾ എൻ്റെ കാല് 2 കൈ കൊണ്ട് പൊക്കി പിടിച്ചിട്ട് കാല് അമർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു സമാധാനം, എന്തൊരാശ്വാസം. അയ്യോ നീ പെട്രോൾ തീർന്ന വഴിയിൽ നിന്ന് പെട്രോൾ തള്ളാൻ നിൽക്കണം, അല്ല വണ്ടി തള്ളാൻ നിൽക്കണം. അതോടുകൂടി ഞാൻ അവിടെ എവിടെയെങ്കിലും തലതല്ലി ചാവും. എന്നെ ഇവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ ചെന്നൈയിൽ നിന്ന് കേരളത്തിലേക്ക് വണ്ടി കയറ്റി വിടും. നീ വേണ്ട അമ്മായിങ്ക എന്നും പറഞ്ഞുകൊണ്ട്. அம்மோ உள்ளே ஏற்காத பொறுமையிடம்மோ, சண்டை போட முடியலம்மா. ഇവിടെ അടി ഉണ്ടാക്കാൻ വയ്യ മനുഷ്യന്. ഉള്ള ശബ്ദം വിറ്റ് എങ്ങനെയെങ്കിലും കാശാക്കാനുള്ളതാണ്. எங்கேயோ பார்த்த மாதிரி இருக்குடா. என்ன ஊருண்ணா? சைனாடா, சைனா. ஹாய், நாங்களே அந்த நிலைமையில இருக்கடா. நாளைக்கு தான்டா சேலரி. அப்ப தினமும் இதை எடுத்துட்டு வரணும்ல சாப்பாடு. எங்கேயோ பார்த்துருக்கடா உன்னை. ஏன் நீ எந்த கிளாஸ் படிக்கிற? 9ஆ 8ஆடா? வயிட் சாப்பாடு. எந்த கிளாஸ் படிக்கிறடா? இப்ப நீ 8ன்னு சொன்ன. ஓ அப்படியா? நல்லா படி தம்பி. எடா சும்மா சொன்னேடா. சரி பாய், குட் நைட். பாய் பாய், தேங்க்ஸ். ஐயோ சாமி, അவ்வளോതാനേ? കഴിഞ്ഞോ? നിമ്മതിടാ നിമ്മതി. അപ്പം കഴിഞ്ഞു. അപ്പം ടാറ്റ. പിന്നെ ഞാൻ പോയി തല വെച്ച് കൊടുക്കട്ടെ. നീ ഒക്കാറുവേ പോയിട്ട് വരാം. നാളെ കാണാം. ഓ അയ്യോ, അത് പോലീസ് വണ്ടി വരാൻ. ഇപ്പം തന്നെ അവൾ കൊണ്ടുപോയി പോലീസ് വണ്ടിയുടെ മേളിൽ ചാർത്തിയിട്ട് നമ്മളെ 2 ആളെ അവിടെ പിടിച്ച് വെച്ചേനെ അവർ. അവരെ സ്വഭാവം വെച്ച് ഇന്നെന്തായാലും നമ്മളെ വിടൂല, നാളെ വിടത്തുള്ളൂ.
നിനക്ക് ലൈസൻസ് ഇല്ലല്ലേ? ആ, അപ്പോൾ നാളെ കാണാം. ഓക്കെ, ടാറ്റ. അടിച്ചു പിടിച്ച് വേഗം പോട്ടെ, നല്ല സ്റ്റുഡിയോ കയറാൻ പറ്റും.